നമുക്കിന്നൊരു പവർ സപ്ലൈ SMPS പവർ സപ്ലൈ ഒന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് 12 വോൾട്ട് 30 ആംപിയർ SMPS ആണ്. നമുക്കത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ 12 വോൾട്ട് 30 ആംപിയർ SMPS വന്നേക്കുന്നത്. പവർ സപ്ലൈ, സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഓക്കെ, ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇലക്ട്രോണിക് കോം എന്നുള്ളൊരു സൈറ്റിൽ നിന്നാണ്. അവിടെ നോക്കിയപ്പോൾ അവിടെയാണ് എനിക്ക് ഈ ഒരു ആവശ്യമുള്ള ആംബിയറും വോൾട്ടേജും ഉണ്ടായ സംഗതി കിട്ടിയത്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇപ്പം എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല മീൻസ് എന്താണ് സംഗതി, അവരുടെ സർവീസ് അങ്ങനെയുള്ളതൊന്നും അറിയില്ല. ഇതാണ് SMPS. ഇതെൻ്റെ ബില്ലായിരിക്കും. അതന്നെ ഇൻവോയ്സ്. ഇതിന് ഏകദേശം എല്ലാം അടക്കം, ടാക്സ് അടക്കം 931 രൂപ. ഷിപ്പിങ്ങിന് 49 രൂപ വാങ്ങി. എല്ലാം അടക്കം 931 രൂപയായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് അയച്ചു നോക്കാം. പാക്കിങ് നല്ല അടിപൊളിയാണ്. എന്തായാലും എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല. എന്തെങ്കിലും ആവട്ടെ. ഇങ്ങനെയൊക്കെ ഓരോ ഇത് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. ഓക്കെ, പാക്കിംഗ് ഒന്നും കുഴപ്പമില്ല. പാക്കിങ് നല്ല പാക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. 12 വോൾട്ട് 30 ആംപിയർ. ഇതിനകത്ത് ഈ 110 245 വോൾട്ട് മാറ്റിയിടാനുള്ള സംഗതിയുണ്ട്. ഔട്ട്പുട്ട് 12 വോൾട്ട് 30 ആംപിയർ. മെയ്ഡ് ഇൻ ചൈനയാണ്. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ബുക്ക് ചെയ്ത ആക്ച്വലി ഈ മോഡൽ അല്ല. അതിനകത്ത് അവർ പറഞ്ഞ പ്രകാരം ഒറ്റ ഔട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് സെപ്പറേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് വോൾട്ടേജ് നെഗറ്റീവ് ഇതുണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ലൈൻ വോൾട്ടേജ് ഇവിടെ, ന്യൂട്രൽ AC കൊടുക്കുക. ഇവിടെ പിന്നെ എർത്ത് ഉണ്ടോ, സെപ്പറേറ്റ് വോൾട്ടേജ് ഇവർ കാണിച്ചേക്കുന്നത്. ഇവിടെ ഒരു പ്രീസെറ്റ് ഉണ്ട്, അതിനകത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വോൾട്ടേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയായിരിക്കും പ്രീസെറ്റ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഞാൻ ബുക്ക് ചെയ്തിരുന്ന സംഗതിയിൽ ഈ വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് സിംഗിൾ ഔട്ടേ ഉള്ളൂ. ഇനി ഇങ്ങനൊരു വോൾട്ടേജ് മാറ്റേണ്ട ഒരു സംഗതി ഉണ്ടായിരുന്നില്ല അതിനകത്ത്. എന്തെങ്കിലും ആയിട്ട് എന്തായാലും 12 വോൾട്ട് 30 ആംപിയർ സംഗതിയാണ്. എന്തായാലും അപ്പോൾ അവർ എന്താ പടത്തിൽ കാണിച്ച സംഗതി അയക്കാൻ സാധ്യത കുറവാണ്. ഒരു ചളുക്ക് വന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമാണ്.
അവിടെ ഒരു ഷർക്ക് വന്നിട്ടുണ്ട് ബേസിൽ. ഇനി അതെന്താവും എന്ന് എനിക്കറിയില്ല, അല്ല ചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ AC കൊടുക്കാം, ഇവിടെ വോൾട്ടേജ് ഔട്ട് എടുക്കുക, ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, നമ്മളെന്തായാലും ഒരു കേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈനിൻ്റെ അവിടെ ആദ്യമേ ലൈൻ ആണ്, ലൈനിന് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമായിരിക്കും. ലൈൻ AC ആദ്യത്തത് ലൈൻ, അതായത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ആദ്യത്തെ ലൈൻ, പിന്നെ ന്യൂട്രൽ, പിന്നെ എർത്ത്. പിന്നെ നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ് വോൾട്ടേജും പോസിറ്റീവ് വോൾട്ടേജും 3 കണക്ഷനായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനത് ലൈൻ വോൾട്ടേജ് കൊടുക്കാൻ പോവാണ്. ലൈൻ വോൾട്ടേജ് കൊടുക്കാനല്ല, ലൈൻ എന്നുള്ള ഇത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ ടൈറ്റ് ചെയ്തു. ഇതിനകത്ത് അവർ ഫ്ലാറ്റും ഇതും തന്നിട്ടുണ്ട് കേട്ടോ. ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഫ്ലാറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം, സ്റ്റാർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി അടുത്തത് ന്യൂട്രൽ നമ്മൾ കൊടുത്തു. അപ്പോൾ അതിനെ നമ്മൾ ടൈറ്റ് ചെയ്തു. പിന്നെ നമ്മൾ എടുത്തെടുത്തു. ഇനിയിപ്പോൾ എനിക്കൊരു സംശയം, ആംബിയർ കറക്റ്റ് ഉണ്ടാവുമെന്നൊരു സംശയമുണ്ട്. നമ്മൾ പറഞ്ഞ സാധനം അവർ ഇട്ടേക്കുന്നത്, പുറമെ ഒരു ആംബിയർ ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് എന്തായാലും കണക്ട് ചെയ്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പക്ഷേ ആംബിയർ ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് 30 ആംബിയർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒന്നുമില്ല കയ്യിൽ. ഓക്കെ, ഇപ്പോൾ എന്തായാലും കണക്ഷൻ കൊടുത്തു. നമുക്ക് പവർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ കയ്യിലൊരു 3 പിന്നില്ല, മീൻസ് ഒരു 2, അതായത് 3 പിന്ന് ഇതിനകത്തുണ്ട്, പക്ഷേ അതിനകത്ത് എർത്ത് വന്നിട്ടില്ല. ഷോക്ക് ഉണ്ടാവുമെന്നറിയില്ല, ചിലതിന് എർത്ത് കൊടുത്തിട്ട് ഷോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ ഓൺ ചെയ്തു, ലൈറ്റൊക്കെ കത്തി, ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. ഷോക്കൊന്നുമില്ല, എർത്ത് കൊടുക്കാത്തതുകൊണ്ട് ഷോക്കൊന്നുമില്ല എന്തായാലും. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒരു രസത്തിന് വേണമെങ്കിൽ AC വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലൈൻ 283 അത്രയും വോൾട്ടോ. ഓക്കെ, ഗ്രൗണ്ടിൽ കൊടുത്തപ്പോൾ ഒന്നുമില്ല. ഇരുന്നൂറ്റി 46 ഉള്ളൂ, നേരത്തെ 80 എഴുതി കാണിക്കണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് AC വോൾട്ടേജാണ്. ഇപ്പോൾ 12 വോൾട്ട് വരാൻ പാടില്ല. ഇവിടെ നെഗറ്റീവും, ഇവിടെ ആദ്യത്തെ 3 1 2 3 നെഗറ്റീവും, പിന്നെ 3 പോസിറ്റീവാണ്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ കൊടുത്താൽ മതി. കറക്റ്റ് 12 വോൾട്ടൊന്നുമില്ല, എനിക്ക് തോന്നുന്നത് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് 12 വോൾട്ട് തന്നെ ഇല്ല. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അത് പ്രത്യേകിച്ച് മാനുവലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഓഫ് ചെയ്യുകയാണ്.
ഇങ്ങോട്ട് ഇട്ടപ്പോൾ എന്ത് വന്നു നോക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. എത്ര വോൾട്ടേജ് വ്യത്യാസം വന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് തിരിച്ചപ്പോൾ കുറയാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് അപ്പുറത്തേക്ക് തിരിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 12 നമ്മളതൊന്ന് കൂട്ടി വെച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ 13 പോയിൻ്റ് ഉണ്ട്, 13.26 ഉണ്ട്. തൽക്കാലത്തേക്ക് എനിക്ക് തോന്നുന്നത് എർത്ത് ശരിയാകത്തോണ്ട് എർത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ എർത്ത് അത്യാവശ്യമുള്ള സാധനം തന്നെയാണ്. പിടിക്കരുത്, തിരക്കിടും. അപ്പോൾ ഏകദേശം ഒരു 13 എർത്തില്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കതൊരു ഇത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 13.71 വോൾട്ടേജ് വരെ ഇപ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്നുണ്ട്. എനിക്ക് നേരത്തെ ഞാൻ അപ്പുറത്തേക്ക് തിരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ക്ലോക്ക് വൈസ്, ഇപ്പോൾ ക്ലോക്ക് വൈസ് വെച്ചപ്പോൾ കൂടി, ആൻറ്റി ക്ലോക്ക് വൈസ് വെച്ചപ്പോൾ കുറഞ്ഞു. അത് മാക്സിമം കുറച്ചിട്ടില്ല. അതുപോലെ എനിക്ക് ഇത്തിരി കൂടിയ വോൾട്ടേജ് വേണ്ടപ്പോൾ ഞാൻ 13.71 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ പവർ സപ്ലൈ. ഓക്കെ എന്നാൽ ഓക്കെ.